നാഗാലാൻഡിൽ ടെൻ്റ് അടിച്ച സ്ഥലമായിരുന്നു. കിസാമ വില്ലേജിലായിരുന്നു നമ്മൾ ടെൻ്റ് അടിച്ചത്. ഹോൺബിൽ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലം. ഒരുപാട് ടെൻറ്റുകളുണ്ടായിരുന്നു അവിടെ. അത് അവരുടെ ടെൻ്റായിട്ട് നമുക്ക് അതിലും സ്റ്റേ കഴിഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടെൻറ്റുകളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അതിനായിട്ടുള്ള സ്പേസ് തരും. ഒരു ദിവസത്തിന് ഒരു 100 രൂപ വരുന്നുള്ളൂ ഒരു ടെൻറ്റിന്. ഇത്രയും ലാഭത്തോടെയുള്ള ഒരു സ്റ്റേ ആണ് നമുക്ക് അവിടെ കിട്ടിയത്. പ്രകൃതിയിൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം. പിന്നെ പല പല സ്ഥലത്തു നിന്നും വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പല പല റൈഡേഴ്സും ഹിച്ചേക്ക് ചെയ്ത് വന്നവരും പിന്നെ അവിടുത്തെ ലോക്കൽസും. അവരുടെ കൂടെയൊക്കെ നല്ല രാത്രിയൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. ഫുള്ള് ക്യാമ്പ് ഫയറും ഡാൻസും. ഫസ്റ്റൊക്കെ ഒരു പരിചയപ്പെടുത്തലായിരുന്നു പരസ്പരം. എല്ലാവരും എവിടെയാണ് എന്താണെന്നൊക്കെയുള്ള പരിചയപ്പെടൽ. നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് അറിഞ്ഞില്ല. നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയെന്ന് അറിഞ്ഞു. ജസീം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഒരാൾ ഇപ്പോൾ ജസീം അപ്പോൾ അവരാണ് നമുക്ക് ഈ ടെൻ്റൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്പേസ് കണ്ടെത്തി തന്നത്. നല്ല ലാഭത്തിൽ കിട്ടിയൊരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ നല്ല പാട്ടും ഡാൻസും ഫുള്ള് മലയാളികൾ ഒരുപാടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10-50 വയസ്സായ ഒരു കാക്കൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ബൈക്ക് റൈഡ് അടിച്ച് വന്ന് അങ്ങനെ കുറേ ടീമുകളുണ്ടായിരുന്നു. പല പല അനുഭവങ്ങളെല്ലാം പല പല നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ ആൾക്കാർ. ഇതിലെന്തായാലും സെക്കൻഡ് പാർട്ട് നമ്മൾ ഹോൺബിൽ ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത പാട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തും. ഫസ്റ്റ് വീഡിയോ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരങ്ങളും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ കന്യാകുമാരി മുതൽ ദീപുഗഡ് വരെ പോകുന്ന വിവേക് എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്തത്. പാലക്കാട് നിന്ന് നമ്മൾ ഭീമാപൂർ വന്നിട്ടാണ് ഇറങ്ങിയിരുന്ന സ്ഥലം. എന്നിട്ട് അവിടുന്ന് കിസാമ വില്ലേജിലേക്ക് ഷെയർ ടാക്സി വിളിച്ച് വന്നു. എന്നിട്ട് അവിടുന്ന് ഷെയർ ടാക്സി വിളിച്ചിട്ടാണ് നമ്മളിവിടെ കിസാമ വില്ലേജിലെത്തിയത്. അവരുടെ ഒരു ട്രൈബൽസിൻ്റെ ഫുൾ കൾച്ചർ തന്നെ അവിടെ നല്ലൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. നമ്മൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയെ കണ്ടിട്ട് ഫസ്റ്റ് വരാൻ ആഗ്രഹിച്ചിരുന്നു. ഈ ഹോൺബിൽ ഫെസ്റ്റ് ഒന്ന് കാണണമെന്നും ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ അറിയണമെന്നും. എന്തായാലും അത് കിട്ടിയത് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നമുക്ക് ഈ ഹോൺബിൽ ഫെസ്റ്റിൽ കിട്ടിയത്. അപ്പോൾ അടുത്ത പാർട്സ് ഉണ്ടാവും, പ്രതീക്ഷിക്കുക.